എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു എന്താ പറയുക, സ്ത്രീകൾക്ക് മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ. സ്ത്രീകൾക്കായിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഒരുപാട് സ്ത്രീകൾ എന്നെ പോലെയുള്ളവർ, പ്രത്യേകിച്ച് മെനോപോസിന് ശേഷമൊക്കെ അവർക്ക് ഈ ഹെയർ ഗ്രോത്ത്, ഭയങ്കര ഹെയർ ഗ്രോത്ത് ആയിരിക്കും. അപ്പോൾ എനിക്കൊക്കെ ഉണ്ട്. എനിക്ക് ഇവിടെ ഇങ്ങനെ ആദ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ യൂട്രസ് റിമൂവൽ സർജറി ഒക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് ഹോർമോണൽ വേരിയേഷനൊക്കെ വരുമല്ലോ. ആ സമയത്ത് എനിക്ക് കുറേശ്ശെ ഇങ്ങനെ തുടങ്ങി ഹെയർ ഗ്രോത്ത്. ഇപ്പോൾ അത് നന്നായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ശരിക്കും ഞാൻ അങ്ങോട്ട് നീട്ടുകയാണെങ്കിൽ ഒരു ഉശാന്തടിയൊക്കെ ഉണ്ടാവും. അത്രയും ഹെയർ ഗ്രോത്ത് ഉണ്ട് എനിക്ക്. ഇവിടെ ഉണ്ട് കുറച്ച്, ഒരു സൈഡിലാണ് കൂടുതലുള്ളത്, റൈറ്റ് സൈഡിൽ. ഇടത്ത് വശത്ത് അത്രയില്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. 3-4 എണ്ണം, ഷൂ എന്ന് പറഞ്ഞു 3-4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഒരു വൃത്തികേടാണ് അല്ലേ. നമുക്ക് സ്ത്രീകൾക്ക് ഇങ്ങനെ രോമം നിൽക്കുന്നത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ നമുക്ക് പൊതുവെയുള്ളൊരു ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ വടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഹെയർ ഗ്രോത്ത് കൂടുതലാവും. എൻ്റെ അമ്മയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ വടിച്ചു കളഞ്ഞാൽ കൂടുതൽ രോമം വളരും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അത് വെറുതെയാണ് കേട്ടോ. അതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് ഗൂഗിൾ ചേച്ചി പറയുന്നത് കേട്ടോ. ഞാനൊക്കെ ഗൂഗിളിൽ നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. ഇപ്പോൾ AI ഉണ്ടല്ലോ അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നിങ്ങൾ അടിച്ച് നോക്കിയാൽ മതി ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ AI-യിൽ. അപ്പോൾ അത് കുഴപ്പമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്ന ഫേഷ്യൽ റേസേഴ്സ് നമുക്ക് ആമസോണിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാ സൈറ്റിലും ഉണ്ട്. ഞാൻ ആമസോണിൽ നിന്നാണ് സാധാരണ വാങ്ങിക്കാറ്. കുറച്ച് റിലയബിൾ ആയിട്ടുള്ള സൈറ്റാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ തവണ വാങ്ങിച്ചത് ഇതാണ് കേട്ടോ. സാധാരണ ഇതല്ല വാങ്ങിക്കാറ്, വേറെ ഒന്നാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനത് ചേഞ്ച് ചെയ്ത് നോക്കിയാണ്. എൻ്റെ പേരെന്താ, വേറെ എന്തോ ഒരു പേരാണ്. ഇപ്പോൾ പേരിൽ വലിയ കാര്യമില്ല. നമുക്ക് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 3 ബ്ലേഡ്സാണുള്ളത് കണ്ടോ. ഇത് നമുക്ക് ഓരോന്നും ഓരോ ഏരിയയിൽ ഉപയോഗിക്കാം. ലേഡീസിനാവുമ്പോൾ നമുക്ക് ഫേഷ്യൽ ഹെയർ, അതുപോലെ നമുക്ക് അണ്ടർ ആംസ് അല്ലേ, പ്യൂബിക് ഏരിയ, അതുപോലെ കാല്. കുട്ടികളൊക്കെ ആണെങ്കിൽ കാലിൻ്റെയും കൈയിൻ്റെയും ഒക്കെ ഈ എന്താ പറയുക, ഹെയർ പഠിച്ച് കളയുമല്ലോ. ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല. കാരണം ഇത് ഭയങ്കര മെനക്കെട് പിടിച്ച പണിയാണ്, അതുകൊണ്ട് ചെയ്യാറില്ല. അപ്പോൾ പെൺകുട്ടികളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇതെങ്ങനെ, പെൺകുട്ടികൾക്കൊക്കെ അറിയാം ഇത്. എന്നെപ്പോലെയുള്ള, എൻ്റെ പ്രായത്തിലുള്ള, അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിനേക്കാൾ കുറഞ്ഞ, അതുപോലെ കൂടിയ പ്രായമുള്ള ആൾക്കാർക്കൊക്കെയാണ് അറിഞ്ഞുകൂടാത്തത് ഇതിനെപ്പറ്റി. അപ്പോൾ ഇതാണ് ഫേഷ്യൽ റേസേഴ്സ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള ബ്ലേഡായിരിക്കും. വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ. ഇതിങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ട്. ഈ ക്യാപ്പ് ഊരിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എടുക്കാം. ഞാൻ ഫേസിലാണ് സാധാരണ ഇത് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റേത് രണ്ടും ഉള്ളിലേക്ക് വെക്കാം. അപ്പോൾ എൻ്റെ ഹെയർ ഞാൻ കാണിക്കാം കേട്ടോ. അതാ കണ്ടോ, എൻ്റെ താടിയുടെ ചോട്ടിലാണ്, കണ്ടോ, കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ ചെറുതായിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഞാനൊരു ഒരാഴ്ച മുമ്പെയാണ് ചെയ്തത്. വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ചെയ്യാറൊന്നുമില്ല. അതിനുശേഷം ഇങ്ങനെ അലോവേര ജെൽ, ഞാൻ ഒരു അലോവേര ജെൽ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ജെല്ല് അപ്ലൈ ചെയ്യുക. എവിടെയാണോ നിങ്ങൾക്ക് ഇത് കളയേണ്ടത് ആ ഭാഗത്തൊക്കെ നമുക്കൊന്ന് അലോവേര ജെല്ല് അപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൗസ് ഉപയോഗിക്കാം. ഞാനിവിടെ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മുടെ മുഖം അല്ലേ, നമ്മുടെ ജെല്ല് അല്ലേ. അപ്പം പിന്നെ ഞാൻ കൈ കൊണ്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത്. എനിക്കിത് ഇവിടെയാണ് അധികം ഉള്ളത്. പിന്നെ മുഖത്ത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ ആദ്യമൊന്നും റിമൂവ് ചെയ്യാറില്ല. ഇന്നിപ്പോൾ ഞാൻ റിമൂവ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സമയമുണ്ട്, അതുകൊണ്ട് ഞാൻ കളയാറുണ്ട്. ഇവിടെയൊക്കെ നമ്മൾക്ക് ഇവിടെയുണ്ട്. ഇവിടെ ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യാണ് കേട്ടോ. അലോവേര ജെല്ലാണ്. അപ്പോൾ ഉപയോഗിക്കുമ്പം നമ്മളെപ്പോഴും ഹെയറിൻ്റെ അതേ ദിശയിൽ, ഹെയർ ഇങ്ങനെയാണെങ്കിൽ അതേ ദിശയിൽ നമ്മൾ റേസർ ഉപയോഗിക്കാവും. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ കട്ട്സൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കൈ കഴുകാൻ വേണ്ടിയിട്ടാണ് വാഷ് ബേസിൻ്റെ അടുത്തിരിക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ ടിഷ്യൂ ഒക്കെ അടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ സൗകര്യമാണല്ലോ നമുക്ക്. ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇത് എടുക്കാം. ഇനി ഞാൻ ക്ലോസപ്പ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരു ടിഷ്യൂ, ഒരു ടവലോ അങ്ങനെ അടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് വേണം തുടങ്ങാൻ. ഇതാ
നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം എല്ലാം പോയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ പോയി. ഇനി നമുക്കതൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ചെടുക്കാം. അതിനകത്ത് കണ്ടില്ലേ ഹെയർ കണ്ടോ. അപ്പോൾ ഇത്രയും ഹെയർ ഉണ്ടായിരുന്നു അവിടെ. ഇനി ഈ ഭാഗത്തത് ഇങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ജെൽ അപ്ലൈ ചെയ്യാം. എവിടെയൊക്കെയാണോ നിങ്ങൾക്കുള്ളത് അവിടെയൊക്കെ നമുക്ക് ജെൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പോക്കാം. എനിക്ക് ഇവിടെയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ സമയമുള്ളതുകൊണ്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഹെയർ ഉണ്ട്. അതുപോലെ നമുക്ക് പുരികം ഷേപ്പ് ചെയ്യാം. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈ ഒരു റേസർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ജോലിയുള്ള കാലത്ത് ഇതിനൊന്നും സമയമില്ലായിരുന്നു കേട്ടോ. അന്ന് ഇത്ര ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല എനിക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മെനോപോസ് കഴിയുമ്പോൾ ആണല്ലോ നമുക്ക് സ്ത്രീകൾക്ക് അധികവും ഇങ്ങനെയുള്ള കുറച്ച് ഏജ് വരുമ്പോഴാണ് അധികവും ഇങ്ങനെ വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ കണ്ടത്, പല സ്ത്രീകൾക്കും എന്താ പറയുക, മൂക്കിൽ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. മൂക്കിൽ നിന്ന് ഇങ്ങനെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് പുറത്തേക്ക് വരും. അപ്പോൾ അതും ഇതിനെ കൊണ്ട് പോക്കാം കേട്ടോ. അത് വളരെ കെയർഫുള്ളായിരിക്കണേ, ശ്രദ്ധിക്കണം. കുട്ടികളൊന്നും ഇത് തൊടുക ചെയ്യരുത്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. കഴിയുന്നത് സീസർ ഉപയോഗിച്ച് പോക്കുകയായിരിക്കും നല്ലത്. ഞാൻ അധികവും വളരെ കെയർഫുള്ളായിട്ട് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കും. ആ എൻട്രൻസിലുള്ള മുടി അതിങ്ങനെ നീണ്ടു വരും കുറച്ച് പ്രായമാകുമ്പോൾ. അപ്പോൾ മൂക്കിൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ. കാരണം മൂക്ക് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള പാർട്സാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിൽ ചെയ്യിപ്പിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ എൻട്രൻസിലുള്ള രോമം അങ്ങ് പോവും. അപ്പോൾ ഈ രോമം ഇങ്ങനെ പുറത്തേക്ക് എറുത്ത് നിന്ന് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത വൃത്തികേടായിരിക്കും അല്ലേ. അപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കളയാം. അപ്പോൾ ഫേസ് നല്ല ബ്രൈറ്റൻ ആവും. അപ്പോൾ നമ്മൾ പ്രായം ചെല്ലുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മുടെ അപ്പിയറൻസ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എൻ്റെയൊക്കെ പ്രായമുള്ളവർ അപ്പിയറൻസ് പൊതുവേ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഞാനും വലിയ ശ്രദ്ധിക്കലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ റേസർ നന്നായിട്ട് കഴുകി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഈ കേസിൽ തന്നെ ഇട്ടിട്ട് സൂക്ഷിക്കുക കേട്ടോ. ഇത് പലതവണ ഉപയോഗിക്കാം, ഒരു പ്രാവശ്യമല്ല, 5-8 തവണ ഉപയോഗിക്കാം കേട്ടോ. പല തവണ ഉപയോഗിക്കാം. അത് ഓരോ ബ്രാൻഡും എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ മാറ്റി വാങ്ങിയതാണ്. ഇപ്രാവശ്യം അങ്ങനെ ഓരോ പ്രാവശ്യം മാറ്റിയാണ് വാങ്ങുക. ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കുറേ കാലം കഴിയും, നമുക്ക് 3-4 മാസത്തേക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഒരു കേസുണ്ട്, ആ കേസിനകത്തിടുക, സൂക്ഷിക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടോ. മുഖം കഴുകി ഞാൻ ക്ലോസപ്പ് ഒന്ന് കാണിക്കാം കേട്ടോ. അതിനാണ് ഞാനിങ്ങനെ വാഷ് ബേസിൻ്റെ അടുത്തിരുന്നത്, അതിനാണ് കേട്ടോ. ടവലെടുത്തില്ല, അതുകൊണ്ട് ടിഷ്യൂ കൊണ്ട് തന്നെയാണ് തുടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാവേ. ഒട്ടും കട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവും. പിന്നെ നമ്മുടെ സ്കിന്നുണ്ടല്ലോ, നമ്മളെപ്പോഴും മുഖമൊക്കെ കഴുകുമ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ മുഖം കഴുകുക, ഇങ്ങനെ കഴുകും. അപ്പോൾ നമ്മുടെ ഈ സ്കിന്ന് ഇങ്ങനെ താഴോട്ട്, ഇവിടുത്തെ മസിലൊക്കെ ഇങ്ങനെ താഴോട്ട് വരാനില്ല. എനിക്കൊക്കെ വന്നു കഴിഞ്ഞു ശരിക്കും. നമുക്ക് ഏജ് വരുമ്പം വരുന്നതാണത്. അത് വരാതിരിക്കാൻ ഇങ്ങനെ നമുക്ക് ഫേഷ്യൽ യോഗ ഉണ്ട്. അത് നമ്മൾ ആദ്യം ഒരു എന്താ പറയുക, ക്രീമൊക്കെ പുരട്ടിയിട്ടേ ചെയ്യാമോ, കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് പ്രായമുള്ളവർ, ഏജ് ഉള്ളവർ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ എൻ്റെ മുഖം ഒന്ന് കാണിച്ചു തരാവേ, ക്ലോസപ്പ് കാണിച്ചു തരാം.
പോയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് കണ്ണാടി ശരിക്കും കാണാൻ പറ്റുന്നില്ല. കണ്ണാടി കുറച്ച് ദൂരത്തായതുകൊണ്ടേ സാധാരണ ഞാൻ ചെയ്യുമ്പോൾ ഇത് വീഡിയോ എടുക്കില്ലല്ലോ. ഇതാ കണ്ടോ, ഇവിടെയുള്ള രോമമൊക്കെ പോയി, ഇവിടെയുള്ളത് പോയി, അതുപോലെ ഇവിടെയുള്ള രോമം പോയി, ഇവിടെയുള്ളത് പോയി. അപ്പോൾ നമുക്ക് ഫേസൊക്കെ ഒന്ന് ഫ്രഷ് ആവും, ബ്രൈറ്റൻ ആവും. എന്നിട്ട് വേണം നിങ്ങൾക്ക് അലോവേര ജെല്ലൊക്കെ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഇരിക്കാം, കുഴപ്പമില്ല. ജെല്ല് നല്ലതാണല്ലോ അലോവേര ജെല്ല്. അപ്പോൾ ഞാനധികവും അലോവേര ജെല്ലാണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് കളയാൻ പറ്റും, ഒരു കുഴപ്പവും വരില്ല, അതാണ്. അപ്പോൾ ഇവിടെയൊക്കെ അധികം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നവർക്ക് അതും നമുക്ക് കളയാം കേട്ടോ. ഞാൻ കളയാറില്ല, കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഗ്രോ ചെയ്യില്ലേ. അപ്പോൾ അതുകൊണ്ട് അധികം കളയാറില്ല, ചെറുതായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് പുരികം ഷേപ്പ് ചെയ്യാനും ഉപയോഗിക്കാം കേട്ടോ. പുരികം എനിക്കൊക്കെ പണ്ട് കൂട്ടുപുരികയായിരുന്നു, ഇപ്പോൾ എനിക്ക് അങ്ങനെ പുരികമില്ല, എങ്കിലും ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് പുരികം ഒന്ന് ഷേപ്പ് ചെയ്യാൻ. ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നി, അതുകൊണ്ടാണ് ചെയ്യാത്തത്. പിന്നെ ഞാൻ വീഡിയോയിലേക്ക് വേണ്ടി ചെയ്തിരുന്നു, പക്ഷേ ഓണാക്കാൻ മറന്നുപോയി, അപ്പോൾ അതുകൊണ്ട് വീഡിയോ കിട്ടിയില്ല. അപ്പോൾ പുരികം നമുക്കിത് ഉപയോഗിച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് നിർത്താം, മനസ്സിലായ? അപ്പോൾ എന്താ പറയുക, കെയർഫുള്ളായിട്ട് ചെയ്യുക കേട്ടോ, കട്ടായി പോകരുത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക, നല്ല മൂർച്ചയുള്ളതാണ്. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം വരുന്നതാണ് കേട്ടോ. കാരണം ലിങ്കുകളൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. കുറേ ബ്രാൻഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഞാൻ ഒരു 4-5 ബ്രാൻഡിൻ്റെ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയിട്ട് വാങ്ങാം, വില അനുസരിച്ച് നിങ്ങൾ പോയിട്ട് വാങ്ങാം. എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിയതും ഇതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. എത്ര തവണ ഉപയോഗിക്കാം എന്നുള്ളത് അത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. കഴുത്തത്തേതൊക്കെ 3-4 മാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊരു 3-4 ദിവസം കൂടുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും മിക്കവാറും. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തന്നെ ചെയ്യേണ്ടി വരും, കാരണം അപ്പോഴേക്കും ഇത് ഗ്രോ ചെയ്ത് വരും. പുരുഷന്മാർ താടി അടിക്കുന്ന പോലെ തന്നെ എപ്പോഴും ചെയ്യേണ്ടി വരും. നമുക്ക് പിന്നെ എവിടെയും പോകാനില്ലാത്തത് കൊണ്ട് എവിടെയും പോകുമ്പോഴൊക്കെയാണ് നമ്മൾ പോയിട്ട് ഈ റേസർ വെച്ചിട്ട് ചെയ്യാം. നല്ല ഫങ്ഷനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുകയൊക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ ചെയ്യുക. ഇടയ്ക്ക് ഞാൻ ചെയ്യാറില്ല കേട്ടോ. നമ്മളത്ര കെയർലെസ് ആയിട്ടാണ്, അത്രയൊന്നും ചെറിയ കുട്ടികളുടെ മാതിരി അത്ര നമ്മൾ ചെയ്യില്ലല്ലോ. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ അതിനെപ്പറ്റി അറിയാം, പെൺകുട്ടികൾക്കൊക്കെ, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ അറിയാം. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.